നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട്സ് ദ ഹെൽത്തിയസ്റ്റ് വേ ടു ഗെയിൻ 5 kg. നമ്മൾ 5 kgക്ക് വേണ്ടി മാത്രമല്ല ഹെൽത്തി ആയിട്ടൊന്ന് വെയിറ്റ് ഗെയിൻ വേണ്ടിയിട്ടുള്ള ടിപ്പ് പറഞ്ഞുതരാം. ഒരു ദിവസം 300 to 500 കലോറി എക്സ്ട്രാ കഴിക്കുക. നിങ്ങൾ നോർമൽ ഒരു ടോട്ടൽ കലോറി കാണുമല്ലോ, അതിൽ നിന്ന് 300-500 മാത്രം എടുക്കുക. അപ്പോൾ നമുക്ക് മസിൽ ബിൽഡ് ആവും, ഫാറ്റ് കൂടില്ല. അടുത്തെന്ന് പറയുന്നത് നമ്മുടെ എല്ലാ മീലിലും രാവിലെ ഉച്ചയ്ക്ക് രാത്രി ഉള്ളതിൽ പ്രോട്ടീൻ നമ്മൾ ഉറപ്പായിട്ടും ഉണ്ടെന്നുള്ളത് നമ്മൾ ഉറപ്പാക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നല്ല ഫ്രക്ടോസ് വേണം അല്ലേ, നല്ല മധുരം നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പം നല്ല ഫ്രക്ടോസിന് നാച്ചുറൽ ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അവക്കാഡോ, അതുപോലെ വാട്ടർമെലൺ, നോർമൽ ബനാന, പേരയ്ക്ക, ആപ്പിൾ, ഇതെല്ലാം തന്നെ ഇതിന് ഹെൽപ്പ് ചെയ്യും. ആഴ്ചയിൽ ഒരു 3 to 4 ദിവസമെങ്കിലും നിങ്ങൾ സ്ട്രെങ്തനിങ് വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. കാര്യം ഈ വർക്കൗട്ട് ചെയ്യാതെ നിങ്ങൾ എന്ത് ചെയ്യാണ്, വണ്ണം വെക്കാൻ വേണ്ടിയിട്ട് ഫുഡ് മാത്രം കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മസിലിനോടൊപ്പം തന്നെ ചിലപ്പോൾ മസിൽ ബിൽഡ് ആവുന്നതിന് പകരം ഫാറ്റ് ആയിരിക്കും ഒരുപാട് കൂടുക. അപ്പം അതുകൊണ്ട് നല്ല മസിലാണ് ബിൽഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ സ്ട്രെങ്തനിങ് ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യണം. ഇനി നമുക്ക് ഹെൽത്തി ആയിട്ട് വെയിറ്റ് കൂട്ടാനായിട്ട് ഉറപ്പായിട്ട് ഒരു ഡ്രിങ്ക്സുകൾ വേണം അല്ലെ, സ്മൂത്തീസ്. അതില്ലാതെ ഒരു വെയിറ്റ് ഗെയിൻ ഡയറ്റ് എന്ന് പറയുന്നത് ബോറല്ലേ. അപ്പം ഞാൻ കുറച്ച് സ്മൂത്തീസുകൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്നെന്ന് പറയുന്നത് ബനാന ബട്ടർ സ്മൂത്തിയാണ്. നെക്സ്റ്റ് ഡേറ്റ്സും ആൽമണ്ടും പീനട്ട് ബട്ടറും കൂടെ മിക്സ് ചെയ്ത നല്ലൊരു വെയിറ്റ് ഗെയിൻ്റെ സ്മൂത്തി ആവും. ഇത് ഗ്രീക്ക് യോഗേർട്ട്, ബെറി, അതുപോലെ തന്നെ കുറച്ച് ഹാൻഡ്ഫുൾ നട്ട്സും കൂടി ഇട്ട് കഴിഞ്ഞാൽ അതും നല്ല രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തെന്ന് പറയുന്നത് അവക്കാഡോ, പീനട്ട് ബട്ടർ, ഡേറ്റ്സ്, ഒരു 5-6 ആൽമണ്ട്സ് സോക്ക് ചെയ്തത്, ഇതും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഇത് ഉറപ്പായിട്ടും നിങ്ങൾ മെയിൻ മീലിൻ്റെ കൂടെ കഴിക്കാൻ നിൽക്കരുത്, നിങ്ങൾ ഭയങ്കര ഹെവി ആയിപ്പോൾ. സോ മിഡ് മോർണിംഗ്, മിഡ് ഈവനിങ്, പിന്നെ ബെഡ് ടൈം രാത്രി എടുക്കുമ്പോൾ വേറെ IBS പോലത്തെയോ ഡൈജഷൻ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ബെഡ് ടൈമിൽ ഇത് കഴിച്ചിട്ട് കിടക്കുന്നത് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ഡേ രാവിലേക്കാണ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ, സ്ട്രെങ്തനിങ് ഒക്കെ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള നല്ല സ്റ്റാമിന കിട്ടും കേട്ടോ. കുറച്ചുകൂടെ വർക്കൗട്ട് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ടയേർഡ് ആവില്ല. പിന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോട്ടീൻ എടുക്കുന്ന കുറവാണ്, അത്യാവശ്യം അങ്ങനെ മീറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്തിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള വേ പ്രോട്ടീൻസ് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ കുറേ സ്മൂത്തീസുകൾ പറഞ്ഞില്ലേ, ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പീസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റെസിപ്പി എന്ന് കമൻറ്റ് ചെയ്ത് ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് ഇട്ടുതരാം.